കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ചോക്ലേറ്റ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാമെങ്കിൽ ഇടയ്ക്കൊക്കെ വീട്ടിൽ വെച്ച് ചെയ്തെടുക്കുന്നത് ഒരു രസമല്ലേ. അപ്പോൾ നമുക്കിന്ന് ചോക്ലേറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചോക്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1/3 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഈ 3 സാധനങ്ങളാണ് നമുക്ക് ചോക്ലേറ്റ് തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മളിതുപോലെ ചോക്ലേറ്റ് അല്ലെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഡ്രൈ ആയിട്ടുള്ള പൊടികൾ എപ്പോഴും അരച്ചെടുത്തിട്ട് വേണം കേക്കോ അല്ലെങ്കിൽ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൊക്കോ പൗഡറും പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൊക്കോ പൗഡറും പാൽപ്പൊടിയും പഞ്ചസാര പൊടിച്ചതും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ചതിൽ കുറച്ച് തരികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തരികളൊക്കെ ഉടച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് തരികളുണ്ടെങ്കിൽ ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ട് അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട്, അതായത് പഞ്ചസാരയും പാൽപ്പൊടിയും കൊക്കോ പൗഡറും എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ആ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഒരു ഗ്ലാസിൻ്റെ ബൗൾ ഇറക്കി വെച്ചു. ഈ മെത്തേഡിലാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ ഗ്ലാസിൻ്റെ ബൗളിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബട്ടർ ആണ് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പം ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ചില്ലിൻ്റെ ബൗൾ വെക്കുമ്പോൾ ആ വെള്ളത്തിൽ ഒരിക്കലും ബൗള് മുട്ടരുത്. അങ്ങനെ മുട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ആ ബൗൾ പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിടരുത്, കുറച്ച് കുറച്ചായിട്ട് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ കട്ടകളൊന്നും കെട്ടാതെ വേണം മിക്സ് ചെയ്യാനായിട്ട്. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മിക്സായി നല്ല ലൂസായി വരും. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഭയങ്കര ചൂടൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കൈ കൊണ്ട് പിടിച്ചൊക്കെ തന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഒരുപാട് ചൂട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു തടത്തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലക്കറോ വെച്ച് പിടിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരുപാടൊന്നും ആരും തണുത്ത് പോകണ്ട, എന്നാലൊരു നേരിയ ചൂട് ഉള്ള ആ ഒരു പരുവെത്തുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ചോക്ലേറ്റിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ചോക്ലേറ്റിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇനി നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ മോൾഡിലേക്ക് നമ്മളുടെ ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ മോൾഡ് ആണെങ്കിൽ നമുക്ക് പല ഷേപ്പിലുള്ള ചോക്ലേറ്റ് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റിൻ്റെ മോൾഡിൽ നമ്മുടെ ഈ കൂട്ട് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റിൻ്റെ മോൾഡിൽ ഞാൻ നമ്മുടെ ചോക്ലേറ്റ് മിക്സൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൽ എയർ ബബിൾസൊക്കെ പോവും. ഇനി നിങ്ങളുടെ കയ്യിൽ മോൾഡ് ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഐസൊക്കെ വെക്കുന്ന ട്രേ ഉണ്ടല്ലോ ഫ്രീസറിൽ, അങ്ങനത്തെ ട്രേയിൽ നമ്മുടെ ചോക്ലേറ്റിൻ്റെ കൂട്ടൊഴിച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഐസ് ട്രേ ഒക്കെ എല്ലാ വീടുകളിലും തന്നെ ഉണ്ടാവും. ചോക്ലേറ്റ് മോൾഡൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനത്തെ ഐസ് ട്രേയിൽ ചോക്ലേറ്റ് കൂട്ട് ഒഴിച്ച് നമുക്ക് ഫ്രീസറിൽ വെച്ച് ഇത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രീസറിൽ ഒരു 3 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ ചോക്ലേറ്റ് സെറ്റായി കിട്ടും. ചോക്ലേറ്റ് സെറ്റ് ചെയ്ത ശേഷം ഈ ഐസ് ട്രേയുടെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഫോമായി വരില്ല. അല്ലെങ്കിൽ ചെറിയ ചെറിയ ഐസിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ മുകളിൽ പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലൊക്കെ വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഫോം ആവില്ല. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചോക്ലേറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി ഇത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ചോക്ലേറ്റൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊരു 3 മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റുകളൊക്കെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കിതിൽ ഐസ് ക്രിസ്റ്റൽസൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഐസ് ട്രേയിൽ വെച്ചത് ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്താണ് വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലൊന്നും ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഫോം ആയില്ല. പക്ഷേ നമ്മളുടെ ചോക്ലേറ്റ് മോൾഡിൽ വെച്ചത്
ബട്ടർ പേപ്പർ ഒന്നും കവർ ചെയ്യാതെയാണ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ കവർ ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനെ എപ്പോഴും കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഐസ്ക്രീമോ എന്താണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് നമ്മുടെ ഐസ് ട്രേയിൽ നിന്നൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി ചോക്ലേറ്റ് മോൾഡിൽ നിന്നുള്ള ചോക്ലേറ്റും വേർപെടുത്തിയെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ചോക്ലേറ്റ് വന്നിട്ടുണ്ട്. നല്ല ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ചോക്ലേറ്റ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ നമ്മളിത് കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അലത്ത് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യുക. ഫ്രീസറിലൊന്നും വെക്കേണ്ട കാര്യമില്ല. ഫ്രിഡ്ജിൽ നോർമലായിട്ടുള്ള ഭാഗത്ത് വെച്ച് സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും വരും. അതും കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.